ജമ്മുകശ്മീരിലെ ഭീകരാക്രമണത്തിൽ ഒരു സൈനികന് വീരമൃത്യു. കത്വ ജില്ലയിൽ സൈന്യവും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടലിലാണ് CRPF ജവാൻ വീരമൃത്യു വരിച്ചത്. പ്രദേശത്ത് സൈന്യം പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഈ തിരച്ചിൽ നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു ദുഃഖവാർത്ത, ഒരു ജവാന് വീരമൃത്യു എന്നുള്ളത്. തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി, ഇന്നലെ രാത്രിയിലാണ് കത്വയിലെ ഹിരാനഗർ മേഖലയിൽ അവിടെ രണ്ട് ഭീകരരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ പ്രദേശവാസികൾ സൈന്യത്തെയും പോലീസിനെയും വിവരമറിയിച്ചത്. ആദ്യം അവിടെ പോലീസാണ് ആദ്യം എത്തിയത്. പിന്നീട് അർദ്ധസൈനിക വിഭാഗം സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചതോടെ പെട്ടെന്ന് ഭീകരവാദികൾ വെടിയുതിർക്കുകയായിരുന്നു. ഇതിൽ ഒരു പ്രദേശവാസിക്കും ഒരു CRPF ജവാനും പരിക്കേറ്റിരുന്നു. ആ ജവാനാണ് ഇന്നിപ്പോൾ രാവിലെ വീരമൃത്യു വരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഒരു ഭീകരവാദിയെ ഇന്നലെ തന്നെ വധിച്ചിരുന്നു. ഒരാൾ ഇപ്പോഴും ഒളിവിലാണ്. അയാൾക്ക് വേണ്ടി പോലീസും അതേപോലെ തന്നെ അർദ്ധസൈനിക വിഭാഗങ്ങളും ചേർന്ന് തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അതേപോലെ തന്നെ ഡ്രോൺ അടക്കമുള്ളവ അത്യാധുനിക സജ്ജീകരണം ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം 10 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരവാദാക്രമം വൈഷ്ണവി ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് തിരിച്ച് മടങ്ങവേ ഭീകരവാദികൾ നടത്തിയ അക്രമത്തിൽ 10 പേർക്കാണ് ജീവൻ പിടിച്ചത്. ഇതും ഒരു 3 ഭീകരവാദികൾ ചേർന്നാണ് ഈ സംഭവത്തിന് പിന്നിൽ നിന്നുള്ളതാണ് ലഭ്യമായ വിവരങ്ങൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായ തിരച്ചിൽ ഈ മേഖലയൊക്കെ തന്നെ സൈനികരും അതേപോലെ തന്നെ അർദ്ധസൈനിക വിഭാഗങ്ങളും പോലീസും ചേർന്ന് നടത്തി വരികയാണ്. ലക്ഷ്മി, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.